എന്തിന്, ആർക്ക് വേണ്ടി നമ്മളെ പ്രേക്ഷകരിങ്ങനെ കരയിപ്പിക്കണം നമ്മുടെ ചന്ദ്രകാന്ത് മണിയറ പ്രവർത്തകർ അല്ലേ? ഹൃദയം നുറുങ്ങിപ്പോകുന്ന ഒരു നിമിഷങ്ങളാണ് ശരിക്കും. നമ്മൾ ആ ഒരു പ്രേക്ഷകർ, നമ്മുടെ അർജുനെയും പിങ്കിയും നെഞ്ചിലേറ്റി പ്രേക്ഷകർക്ക് ഒരിക്കലും സഹിക്കാനാവാത്ത ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ നമുക്ക് ചന്ദ്രകാന്തത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അർജുന്റെ ആ ഒരു ശരീരം ചിതയിലേക്ക് എടുക്കുകയാണ്. അപ്പൊ ആ നിമിഷം നമ്മുടെ പിങ്കി നമ്മുടെ ഗൗതമനോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും നമ്മുടെ നന്ദയെ ആ പരിസരത്തെങ്ങും ഞാൻ കണ്ടുപോകരുത്, ഇതിന്റെ അവസാന വാക്കാണ്, ഇതനുസരിച്ചോളണം, ഇത് കേട്ടോണം എല്ലാവരും എന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കി സമനില തെറ്റി പോലെയാട്ടോ സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ പിങ്കിക്ക് നമ്മുടെ നന്ദയോടുള്ള ഒരു അടങ്ങാത്തൊരു പക തന്നെ ആ ഒരു സംസാരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കട്ടെ. ഇനി എങ്ങനെയൊക്കെയാ തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടോ. അതിനുശേഷം നമ്മുടെ അർജുനെ ആ ഒരു ചിതയിലേക്ക് എടുക്കുന്നതും ആ ഒരു അർജുനെ ആ ഒരു ആ ഒരു ശരീരം കിടത്തിയിരുന്ന ആ ഒരു വാഴയിലയുടെ ആ ഒരു അവിടെ നിന്ന് നമ്മുടെ നന്ദ കരയുകയും ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്ന നമ്മുടെ അർജുന്റെ ആ ഒരു ഫോട്ടോ നോക്കി ഭയങ്കരമായിട്ട് കരയുകയും ആ ഹൃദയം നിറങ്ങി കരയുന്ന ഒരു നന്ദയുമായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മുടെ അർജുന്റെ ആത്മാവ് നമ്മളോടൊക്കെ വിട പറയുന്ന ഒരു നിമിഷങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് കുത്തി നോവിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെയൊക്കെ ഇത്രയ്ക്കും കരയിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്തു അല്ലേ? നമ്മൾ ഒരൊറ്റ തെറ്റ് മാത്രമേ ചെയ്തോളൂ. നമ്മുടെ അർജുനെയും പിങ്കിയും അത്രമാത്രം നമ്മൾ നെഞ്ചിലേറ്റിപ്പോയി. അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്, ഇങ്ങനെയായിട്ട് കരയിപ്പിക്കുന്ന കുറെ രംഗങ്ങൾ കാണിക്കുന്നത്. നമ്മുടെ അർജുൻ നമ്മുടെ ആ ഒരു ദഹിപ്പിക്കുന്ന സമയത്ത്, അർജുന ശരീരം ദഹിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ അർജുന്റെ ആത്മാവ് അവിടെ വന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി ആ ഒരു വിഷമത്തോടെ, ഒരു വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ യാത്ര പോകുന്ന ഒരു സീൻ കേട്ടോ. അയ്യോ, എന്തിനിങ്ങനെയൊക്കെ കരയിപ്പിക്കുന്നു ആലോചിച്ചു പോട്ടെ. ആദ്യമായിട്ടാണ് ഒരു സീരിയല് ഇത്രയ്ക്കും നമ്മൾ പ്രേക്ഷകരിട്ട് കരയിപ്പിക്കുന്നതും. എനിക്ക് ആദ്യമായിട്ടാട്ടോ ഒരു ക്യാരക്ടർ ഇത്രയ്ക്കും നെഞ്ചിലേറ്റി പോയത്. എന്താണെന്നറിയില്ല, നമ്മുടെ അർജുൻ എന്നൊരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഗുണനന്മകളായിരിക്കാം നമ്മളേക്ക് അത്രമേൽ ആകർഷിച്ചത്. പിന്നെ നമ്മുടെ അർജുന്റെ ആ ഒരു അഭിനയ മികവും അതൊക്കെ തന്നെയാണ് നമ്മളെ ഇത്രയൊക്കെ ആ ഒരു അർജുനിലേക്ക് ആകർഷിപ്പിച്ചതും അടുപ്പിച്ചതും ഹൃദയത്തിൽ ഏൽപ്പിച്ചതും ഒക്കെ കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഇനി പ്രതീക്ഷയൊന്നും ഇല്ല നമ്മൾക്ക്. അർജുന ഒരു മടങ്ങി വരവോ ഒന്നും തന്നെ ഇല്ല. ഇനി എന്തെങ്കിലും അത്ഭുതമൊക്കെ സംഭവിക്കണം. പക്ഷെ അതൊന്നും എന്താ പറയാ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. അപ്പൊ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു പുതുപ്രതീക്ഷ നമുക്ക് ചന്ദ്രകാന്തത്തിൽ ഉണ്ടാകുമോ? ഇനി മൊത്തത്തിൽ ദുരന്തങ്ങളാകാനാണ് സാധ്യത. കാരണം നന്ദയുടെ കുഞ്ഞ് പോകുന്നുണ്ട്, നമ്മുടെ നന്ദയുടെ കുഞ്ഞിനെ നമ്മുടെ പിങ്കി തന്നെ നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അടങ്ങാത്ത പകയുമായിട്ട് നന്ദയുടെ ജീവിതവും നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം, തന്റെ ജീവിതം നശിഞ്ഞാലും ഇനി അവര് സന്തോഷത്തിലും സമാധാനത്തിലും കഴിയില്ല എന്നുള്ളൊരു വാശിയും വൈരാഗ്യവും ഒക്കെ തന്നെയാണ് നമ്മുടെ പിങ്കിയിൽ ഇനി വരാൻ പോകുന്നത്. അപ്പൊ പിങ്കിയെ മാക്സിമോട്ട് നമ്മളേക്ക് വെറുക്കുമല്ലോ കേട്ടോ. എന്തായാലും നമ്മുടെ പിങ്കിയുടെ അവസ്ഥ അത് തന്നെയാണ്. കാരണം അത്രമേൽ സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നു നമ്മുടെ ഗൗതമിനെയും കിട്ടിയില്ല. പിന്നീട് ഒരാൾ ജീവിതത്തിലേക്ക് വന്നു, അയാളൊന്നും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ തന്നെയാണ് ഈ ഒരു ദുരന്തം നമ്മുടെ പിങ്കിയുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പൊ ഒരു പെണ്ണിനും സഹിക്കാനാവാത്ത ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തായാലും സമനില തെറ്റിപ്പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ചന്ദ്രകാന്തത്തിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പിങ്കിയുടെ. ഇനി പിങ്കി എന്തൊക്കെയായിരിക്കും കാണിക്കുക? നമ്മുടെ നന്ദയെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ഗൗതമിനെ തിരികെ തന്റെ ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ നമ്മുടെ പിങ്കി ശ്രമിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാട്ടെ. എന്തായാലും അധികം ഒന്നും വലിച്ചു നീട്ടാതെ പെട്ടെന്നൊരു എൻഡിങ് കൊടുക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അത്രയും ഒരാശ്വാസവും സമാധാനവും ഒക്കെ ഉണ്ടാവും അല്ലെ കൂട്ടുകാരെ? അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.